ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിക്കൽ ആൻഡ് അതർ അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ കൂടെ തന്നെ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ചെറുപ്പക്കാരിൽ വരെ സന്ധികളുടെയും സ്പൈനിൻ്റെയും ഒക്കെ ഹെൽത്തിൽ ഒരു ഡിറ്റീരിയറേഷൻ. അപ്പോൾ ഇതിന് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഒരുപാട് IT ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ കാണുന്നത് കഴുത്ത് വേദന, ഷോൾഡർ വേദന, ലോ ബാക്ക് പെയിൻ, നടുവേദന, ഇതെല്ലാം വളരെ കോമൺ ആണ്. അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ സ്ക്രീൻ യൂസ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രശ്നമുണ്ടെന്നല്ല, പക്ഷേ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പോസ്ചർ അല്ലെങ്കിൽ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ടേബിൾ ഹൈറ്റും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് മെയിൻലി പ്രോബ്ലം കാണുന്നത്. ഉദാഹരണത്തിന് ഒരു ഡെസ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം സ്ക്രീൻ വരുന്നത്, കഴുത്തിന് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീൻ ഒരുപാട് മുകളിലോ താഴെയോ ആണെങ്കിൽ കഴുത്തിലേക്ക് സ്ട്രെസ് വരും. അതുപോലെ ഷോൾഡറിൻ്റെ പൊസിഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഹൈറ്റിൽ കൈ എവിടെയാണോ എത്തുന്നത് അവിടെ ആയിരിക്കണം ഡെസ്ക് വരുന്നത്. അല്ലെങ്കിൽ ഷോൾഡർ പൊക്കിയോ താഴെയോ വെക്കുകയാണെങ്കിലും പ്രോബ്ലം വരാം. ഇരിക്കുന്ന കസേരയ്ക്ക് ലംബർ സപ്പോർട്ട് ആൻഡ് പ്രോപ്പർ പോസ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ സ്ലൗച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കൂനി ഇരിക്കുകയാണെങ്കിലോ നമ്മുടെ നടുവിന് വേദന വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. രണ്ടാമത്തെ പ്രശ്നം, ചെറുപ്പക്കാരിൽ സ്പൈൻ പ്രോബ്ലംസ് കൂടുതൽ കണ്ടുവരുന്നത് മൊബൈൽ ഫോൺ യൂസിലൂടെയാണ്. സ്പൈൻ മാത്രമല്ല കേട്ടോ, ഷോൾഡറിൻ്റെയും എൽബോൻ്റെയും എന്തിന് കൈയുടെ വരെ ബുദ്ധിമുട്ട് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. അപ്പം ബാത്റൂമിലൊക്കെ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നവർക്കും കൂടുതൽ നേരമായിട്ട് എക്സസീവ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കുമുള്ള കണ്ടുവരുന്ന പ്രശ്നമാണിത്. ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ആരും ഫോൺ ഇങ്ങനെ പൊക്കി വെച്ച് നോക്കാറില്ല. നമ്മൾ ഫോൺ എവിടെയാണോ അങ്ങോട്ടേക്ക് കഴുത്ത് തിരിച്ചാണ് നോക്കാറ്. അങ്ങനത്തെ ഒരു പൊസിഷൻ ഒരുപാട് നേരം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ കഴുത്തിൻ്റെ വളവ് എക്സാജറേറ്റ് ആവാനും അവിടുത്തെ മസിൽസിന് പെയിനും വീക്ക്നെസ്സും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങളല്ലാതെ ലാക്ക് ഓഫ് പ്രോപ്പർ എക്സസൈസ് ആൻഡ് ഹെൽത്തി ആക്റ്റീവ് ലിവിങ് ക്യാൻ ഓൾസോ ബി എ ഫാക്ടർ. നമ്മൾ ആവശ്യത്തിന് വ്യായാമവും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഡയറ്റും ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അമിതവണ്ണത്തിന് കാരണമാവുകയും അതിലൂടെ അമിതവണ്ണത്തിന് കാരണമാവുകയും പിന്നെ എക്സസൈസ് ചെയ്യാത്തതിലൂടെ മസിൽസിൻ്റെ വീക്ക്നെസ് കാരണം ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവുകയും ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതലും എഫക്റ്റ് ആവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് IT, lack of exercise and അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓവർ ടൈം ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ്. ഒരു 95 to 97% സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ്. എന്നിരുന്നാലും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകളും വളരെ കോമൺ ആണ്. ഈയിടെ മുട്ടുമാറ്റി വെച്ച് സക്സസ്ഫുൾ ആയ ഒരു പേഷ്യൻ്റ് സർജറിക്ക് പോകുന്നതിന് മുന്നേ എന്നോട് ചോദിക്കേണ്ടായി, ഡോക്ടറെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കിടപ്പാവുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, എന്നെ കിടപ്പിലാക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുകയുണ്ടായി, നമ്മളിപ്പോൾ ഏതൊരു സർജറി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ദൂഷ്യവശങ്ങളും ഗുണവശങ്ങളും ഉണ്ട്. ദൂഷ്യവശങ്ങൾ മാത്രമേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും അറിയുന്നുള്ളൂ, എല്ലാവരിലും എത്തിക്കപ്പെടുന്നുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എത്ര വിമാനങ്ങൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയാറില്ല. 1-2 എണ്ണം ക്രാഷ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഗുജറാത്തിലെ വിമാന അപകടവും അതുപോലെ ഒരെണ്ണമാണ്. എന്നും വെച്ച് നമ്മൾ യാത്ര ചെയ്യാതിരിക്കുകയോ വിമാനത്തിൽ കയറാതിരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേദന സഹിക്കാനാവാതെ, നടക്കാനാവാതെ, സാമൂഹിക പരിപാടികളും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാതെ സഫർ ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന ഒരു കൈത്താങ്ങാണ് ഈ നീ റീപ്ലേസ്മെൻറ്റ് ഓപ്പറേഷൻ. അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറി തന്നെയാണ്. ഇതാണ് മുട്ടുമാറ്റി വയ്ക്കുന്നതിനെ പറ്റിയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ മിത്ത്. സാധാരണ ഒരു പേഷ്യൻറ്റ് മുട്ടുമാറ്റി വെക്കാനായിട്ട് നമ്മൾ സർജറി ചെയ്യുവാണെങ്കിൽ ഒരു അൺകോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിൽ നമ്മൾ ഇന്ന് സർജറി ചെയ്യുവാണെങ്കിൽ ഞാൻ സാധാരണ ഇന്ന് തന്നെ നടത്താൻ തുടങ്ങും. അതായത് ഡേ 0 തന്നെ പേഷ്യൻ്റ് നടക്കും. ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും 2 ആഴ്ച വരെ പേഷ്യൻ്റ് ഒരു വാക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ വാക്കർ ഇല്ലാതെ വടി കുത്തിപ്പിടിച്ച് നടക്കുകയും മേ ബി ഒരു 3 to 4 വീക്സ് ആകുമ്പോഴേക്കും വടിയുടെ പോലും ആവശ്യമില്ലാതെ പെയിൻ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. ഇതൊരു നോർമൽ പ്രോസസ്സാണ്. നമ്മൾ ഇത്രയൊക്കെ പറയുവാണെങ്കിലും ചില പേഷ്യൻസ് ഈ ഒരു 1 മന്തിനെക്കാട്ടും കൂടുതൽ 2 months ഒക്കെ എടുക്കാറുണ്ട് റിക്കവർ ചെയ്യാൻ.
On an average, maybe 1 to 3 months would be adequate recovery time for knee replacements and hip replacements. മുട്ടിൻ്റെ തേയ്മാനത്തിനെ പോലെ തന്നെ ഇടുപ്പിൻ്റെ എല്ലും തേഞ്ഞു പോകാറുണ്ട്. മുട്ടിൻ്റെ തേയ്മാനമാണ് കൂടുതൽ നമ്മുടെ നാട്ടുകളിൽ കോമൺ. പക്ഷേ വെസ്റ്റേൺ പോപ്പുലേഷനിൽ ഇടുപ്പ് ഹിപ്പ് ആർത്രൈറ്റിസും ഈക്വലി കോമൺ ആണ്. അപ്പോൾ അതിലെന്തുവാ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ തേഞ്ഞു പോയ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഭാഗങ്ങൾ എടുത്തു മാറ്റി ഫീമർ, അതായത് തൊടയെല്ലിൻ്റെ മുകളിലുള്ള ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഭാഗം, അതായത് ഫെമറൽ ഹെഡ് കട്ട് ചെയ്ത് ഒരു ഫെമറൽ സ്റ്റെം ഇംപ്ലാന്റ് ചെയ്യുകയും അതുപോലെ അസറ്റബുലർ സോക്കറ്റ് റീം ചെയ്ത് അവിടെ ഒരു കപ്പ് വയ്ക്കുകയും അതിലൂടെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് റീക്രിയേറ്റ് ചെയ്യുകയുമാണ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റിൽ ചെയ്യുന്നത്. അത് ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടാവുന്നവരിലോ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ എല്ലുകൾ തേയ്മാനം സംഭവിക്കുന്ന പേഷ്യൻസിലോ അത് ചെയ്യാറുണ്ട്. അതാണ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ പഴയ പോലെ പണ്ട് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ലാറ്ററൽ അപ്രോച്ചിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ടും വളരെ ലേറ്റസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഡിറക്റ്റ് ആൻറ്റീരിയർ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. അതായത് വളരെ ചെറിയൊരു സ്കാറിലൂടെ മിനിമലി ഇൻവേസീവ് ആയിട്ട് മസിലുകൾ കട്ട് ചെയ്യാതെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. അത് എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതിന് കുറച്ച് സെലക്റ്റീവ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് മിനിമലി ഇൻവേസീവ് ആയിട്ട് ചെയ്യുന്നതിലൂടെ വളരെ ക്വിക്കായിട്ട് റിക്കവറി കാണാറുണ്ട്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അത് ടെന്നീസ് പ്ലേയേഴ്സിൽ മാത്രം കാണുന്നു എന്നുള്ളത് ശരിയായൊരു കൺസെപ്റ്റ് അല്ല. ഇതിൻ്റെ ഉത്ഭവനത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് 1800s ഒരു ബ്രിട്ടീഷ് ഫിസിഷ്യൻ ഹെൻറി മോറിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഫിസിഷ്യനാണ് ഇത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത്. അദ്ദേഹം ടെന്നീസ് പ്ലേയേഴ്സിൽ വരുന്ന ഒരു എൽബോ പെയിനെ ലോൺ ടെന്നീസ് ആം എന്ന പേരോടുകൂടി ക്ലാസിഫൈ ചെയ്തു. അതായത് ലോൺ ടെന്നീസ് കളിക്കുന്നവരുടെ ആം, ആ പേരിനെയാണ് പിന്നീട് ടെന്നീസ് എൽബോ ആയിട്ട് നമ്മളെല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്നത്. നൗ ആക്ച്വലി സ്പീക്കിംഗ് ഈ ടെന്നീസ് എൽബോ വരുന്നവരിൽ 10 മുതൽ 15% മാത്രമേ ടെന്നീസ് പ്ലെയേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും സാധാരണ അവരവരുടെ ജീവിതകാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നതോ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഡിവിജ്വൽസാണ്. നമ്മൾ എന്തുകൊണ്ട് ടെന്നീസ് എൽബോ വരുന്നത് വെച്ചാൽ നമ്മുടെ റിസ്റ്റ്, അതായത് കൈപ്പത്തിക്ക് മുകളിലുള്ള സന്ധി ജോയിൻറ്റ്, റിസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ എൽബോയിൽ ആ മസിൽ ഉത്ഭവിക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഇത് ടെന്നീസ് പ്ലെയേഴ്സിൽ കോമൺ ആയിട്ട് കാണാൻ കാര്യം എന്തുവാന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ടെന്നീസ് റാക്കറ്റ് ബാക്ക് ഹാൻഡ് അടിക്കുമ്പോൾ ഈ മൂവ്മെൻറ്റ് വരുമ്പോഴാണ് ഈ മസിൽ ആക്ടിവേറ്റ് ആവുന്നതും അവിടെ നീർക്കെട്ട് വരുന്നതും. ഇത് റെപ്പറ്റേറ്റീവ് ആയിട്ട് പോർ ടെക്നീക്ക് വെച്ച് ചെയ്യുമ്പോൾ എക്സാജറേറ്റ് ആവും. എന്ന് വെച്ചാൽ ടെന്നീസ് കളിക്കണമെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങൾ, തുണി പിഴിയുക, ഒരു ബക്കറ്റ് എടുത്ത് പൊക്കുക, ബൈക്ക് ഓടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഗ്രിപ്പിംഗ് ആക്ടിവിറ്റി, ചില എക്സസീവായിട്ട് ജിം ചെയ്യുക വിത്തൗട്ട് പ്രോപ്പർ ടെക്നിക് ഓർ ഫോം ക്യാൻ ഓൾസോ ലീഡ് ടു ടെന്നീസ് എൽബോ. അപ്പോൾ ഇത് ടെന്നീസ് പ്ലേയേഴ്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ ചികിത്സ നമ്മൾ സാധാരണഗതിയിൽ റെസ്റ്റ് ആൻഡ് മരുന്നുകൾ കഴിച്ചാൽ ആണ് റിലീഫ് കിട്ടുന്നത്. ബട്ട് ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ റെസ്റ്റ് എടുത്താലും മരുന്ന് കഴിച്ചാലും മാറാത്ത കണ്ടീഷൻ വരെ ആയി മാറാൻ സാധ്യതയുണ്ടത്. എക്സ്റ്റെൻസർ കാർപ്പൈ റേഡിയാലിസ് ബ്രെവിസ് എന്ന മസിലിൽ നീർക്കെട്ട് വരുമ്പോഴാണ് ടെന്നീസ് എൽബോ ഉണ്ടാകുന്നത്. ചില സിവിയർ കേസസിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻ വരെ വേണ്ടി വന്നേക്കാം. പ്രായമായവരിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗമല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് ഓസ്റ്റിയോപൊറോസിസ്. എന്ന് വെച്ചാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിന് ബലമില്ല. ഇപ്പോൾ ഞാൻ ഇന്നുള്ള പോലെ ആയിരിക്കില്ല ഒരു 40 years കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 years കഴിയുമ്പോൾ എൻ്റെ എല്ലുകൾ അത് ക്ഷയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ താഴെ വീണാൽ ഒരു പക്ഷേ എൻ്റെ എല്ലുകളൊന്നും പൊട്ടില്ലായിരിക്കും. പക്ഷെ അന്ന് ഞാൻ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എല്ലുകൾ പൊട്ടും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എല്ലിൻ്റെ ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനാണ് ഡെക്സാ സ്കാൻ. ഒരു പ്രായത്തിന് ശേഷമുള്ള ആൾക്കാർ നിർബന്ധമായും ഈ സ്കാൻ എടുത്ത് അവരുടെ എല്ലിൻ്റെ ഡെൻസിറ്റി അറിയുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗ അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ എല്ലുകളും സ്പോഞ്ച് പോലെ തന്നെയാണ്. ഈ സ്പോഞ്ചിനകത്ത് കാൽഷ്യം വന്ന് നിറയുമ്പോഴും ആണ് അതിന് കട്ടി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാൽഷ്യം പ്രായം കൂടുന്തോറും കാൽഷ്യം അതിന് എല്ലിൽ നിന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒലിച്ചു പോകുന്ന എല്ലുകൾ വെറും സ്പോഞ്ച് പോലെ ആവുകയും ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യത കൂടുതലും ആണ്. അപ്പോൾ എല്ലുകളുടെ ബലം കൂട്ടുക എന്നുള്ളതാണ് പ്രൈമറിലി ഓസ്റ്റിയോപൊറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതുമൂലം ഒരു പരിധിവരെ ഫ്രാക്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം.
എന്നാലും പ്രായമുള്ളവർ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീഴ്ച പ്രിവെൻറ്റ് ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തലകറക്കം അല്ലെങ്കിൽ വേറെ ഹാർട്ട് ഡിസീസസോ അനീമിയോ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഫോൾ പ്രിവെൻഷൻ എന്നുള്ളത് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റിൽ, അത് എസ്പെഷ്യലി നീ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് വളരെയധികം ഓർത്തോപെഡിക്സിൽ ഉയർന്നു വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണ്. അതിൻ്റെ ഗുണമേന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഹീലിംഗ് പൊട്ടൻഷ്യൽ നമ്മുടെ തന്നെ മുട്ടുകളിലോ തേയ്മാനം സംഭവിച്ച ജോയിൻറ്റുകളിലോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു അഡ്വാൻസ്മെൻ്റ് ആണ്. ഏർലി സ്റ്റേജസ് ഓഫ് ആർത്രൈറ്റിസ്, അതായത് എല്ല് തേയ്മാനത്തിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ ബാക്കി സ്റ്റെം സെൽ തെറാപ്പി ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് കൊണ്ട് ഒരു പരിധിവരെ സിംറ്റം റിലീഫും ഹീലിങ്ങും അച്ചീവ് ചെയ്തെടുക്കാൻ സാധ്യമായേക്കാം. പിന്നെ ലേറ്റർ ഓൺ ഇപ്പോൾ നമ്മൾ സർജിക്കൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ തന്നെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലും ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ഇംപ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ ബോൺ പ്രിസർവ് ചെയ്തുകൊണ്ട് സർജറി ചെയ്യാനുള്ള ടെക്നോളജീസ് വന്നിട്ടുണ്ട്. പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അതായത് മുട്ട് മുഴുവനായി മാറ്റിവെക്കുന്നതിന് പകരം ഭാഗികമായി മാത്രം മാറ്റിവെക്കുന്ന ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഇതിലെല്ലാം ഉപരിയായിട്ട് റോബോട്ടിക് ടെക്നോളജി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബോൺ റിമൂവലും പ്രിസിഷനും റിക്കവറി ആഫ്റ്റർ സർജറിയും എല്ലാം കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ് റോബോട്ടിക് നീ അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. പല സ്റ്റഡീസും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരു ഭൂരിഭാഗം രോഗികളിലും മുട്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തേഞ്ഞതായിട്ട് കാണുന്നത്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തുവാന്ന് വെച്ചാൽ ഭാഗികമായി തേഞ്ഞ ഭാഗം മാത്രം മാറ്റി വെക്കുക എന്നതാണ്. ഇതാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ വണ്ടിയുടെ 4 ടയറിൽ ഒരെണ്ണം പഞ്ചറാവോ കീറിപ്പോവോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടയറും മാറ്റി വെക്കത്തില്ലല്ലോ. നമ്മൾ ആ തേഞ്ഞു പോയ അല്ലെങ്കിൽ നശിച്ചു പോയ ടയർ മാത്രമല്ലേ മാറ്റി വെക്കുള്ളൂ. അതുപോലെ തന്നെ മുട്ടിനകത്തും ആ തേഞ്ഞു പോയ ഭാഗം മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിക്കവറി ഫ്രം പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് യൂഷ്വലി മച്ച് ക്വിക്കർ ആണ്. പേഷ്യൻറ്റിന് ബാക്കിയുള്ള മുട്ടിൻ്റെ ഭാഗം പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ നാച്ചുറൽ നീ. അത് മാത്രമല്ല, ഇതൊരു ക്വിക്കർ സർജറിയാണ് ആൻഡ് ചെറിയ ഇൻസിഷനിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ ഇത് റൈറ്റ് പേഷ്യൻറ്റിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ എക്സ്റേയിലും MRIയിലും ഒക്കെ ഒരു ഭാഗം മാത്രമേ തേഞ്ഞിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ യൂണികോണ്ടലർ നീ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് ചെയ്യുന്നത്. ഓർത്തോപെഡിക്സിൽ റോബോട്ടിൻ്റെ ടെക്നോളജി വളരെയധികം ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ സംസാരിച്ച് മുട്ട് മാറ്റി വെക്കാനും പാർഷ്യലായിട്ടുള്ള മുട്ട് മാറ്റി വെക്കാനും എല്ലാം റോബോട്ട് സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ സ്പൈൻ സർജറീസിലും റോബോട്ട് ഇപ്പോൾ ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മില്ലിമീറ്റർ പ്രിസിഷനിൽ സബ് മില്ലിമീറ്റർ പ്രിസിഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു മുട്ട് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ഇടുപ്പ് മാറ്റി വെക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാൽക്കുലേഷൻസും അതിൻ്റെ ആംഗിൾസും ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം റോബോട്ട് നമുക്ക് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു തരും. നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് ഒരു മില്ലിമീറ്ററിൽ താഴെ വരുന്ന ഒരു 0.1 മില്ലിമീറ്റർ വരെയുള്ള അത്രയും പ്രിസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ റോബോട്ട് സഹായിക്കും. ഐ പേഴ്സണലി ഫീൽ റോബോട്ടിക്സ് ആണ് അടുത്ത ജനറേഷൻ കാണാൻ പോകുന്ന ഓർത്തോപെഡിക്സ്. റോബോട്ടിക്സ് കാരണം ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിസിഷൻ. ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ എഴുതിയാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുമല്ലോ. എഴുതി കൂട്ടാൻ പാടില്ലെന്നില്ല, പക്ഷേ കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ തെറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. അതുപോലെ തന്നെ റോബോട്ട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പ്രിസിഷൻ, കൂടുതൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഹ്യൂമൻ ബോഡിയിൽ ചെയ്യാനും സർജറീസ് കണ്ടക്ട് ചെയ്യാനും നമുക്ക് സാധ്യമാകുന്നു. സോ ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ദ മോസ്റ്റ് മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വുഡ് കം ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ് ഇൻ ഓർത്തോപെഡിക്സ്. എല്ല് തേയ്മാനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, പല രീതിയിലും ഫ്രാക്ചർ സർജറിയിൽ വരെ റോബോട്ടിക്സിൻ്റെ മികവ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് the most significant technological advancement in the field of orthopedics for tomorrow എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് റീജനറേറ്റീവ് മെഡിസിൻ ആണ്. നമ്മുടെ ശരീരത്തിനെ ക്ഷയിച്ചു പോകാതെ എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നുള്ള മെഡിസിനും ഈക്വലി
അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹെൽത്തി ബോഡിയുടെ ലക്ഷണമാണ് ഹെൽത്തി മസിൽസ് ആൻഡ് ഹെൽത്തി ബോൺസ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതും എത്ര കഴിക്കുന്നു എന്നുള്ളതും വളരെയധികം ഇതിനോട് ലിങ്ക്ഡ് ആണ്. നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിയുകയും ശരീരത്തിൻ്റെ ഭാരം കൂടുകയും ഈ ഭാരമെല്ലാം ജോയിൻസിലേക്ക് സ്ട്രെസ് ഇടുകയും ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ഇത് ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോഷകാംശമില്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ള കാരണങ്ങൾ മൂലം എല്ലിന് ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം കഴിക്കുന്നതിൻ്റെ അളവും കഴിക്കുന്നതിൻ്റെ പോഷകാംശങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ എല്ലുകൾക്ക് എപ്പോഴും കുറച്ച് ലോഡ് കിട്ടിയാലേ അവർക്ക് സ്ട്രോങ്ങർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മിതമായ രീതിയിലുള്ള വ്യായാമം, ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാം എല്ലിൻ്റെയും മസിൽസിൻ്റെയും ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ ഇപ്പോൾ എല്ല് തേയ്മാനമൊക്കെ ഉള്ള, ഇപ്പോൾ നീ ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ള കേസിൽ കുറച്ച് ഇൻസ്റ്റബിലിറ്റി, മുട്ടുകളിൽ തമ്മിലുള്ള ഇളക്കമൊക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മസിൽസിന് നല്ല ബലമുണ്ടെങ്കിൽ, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നമ്മൾ മസിൽസ് സ്ട്രെങ്തൻ ആക്കുന്നതും ഇതിനു വേണ്ടിയാണ്. മസിൽസിന് നല്ല ബലമുണ്ടെങ്കിൽ മുട്ടുവേദനയും എല്ല് തേയ്മാനത്തിൻ്റെതായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയും കാര്യങ്ങളും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടി ഹെൽത്തി ബോൺസും ഹെൽത്തി മസിൽസും അനിവാര്യമാണ്. ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.